ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഇക്വാലന്റ് ഫ്രാക്ഷൻ അല്ലേ? ഇക്വാലന്റ് ഫ്രാക്ഷനിൽ ഏതാ കിട്ടാതിരുന്നേ? Write the equivalent fraction of the following having the numerator 15. 15 numerator ആയിട്ട് വരുന്ന equivalent fractions എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. അത് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം, അതുപോലെ തന്നെയാണോ എഴുതിയത് നോക്കിയാൽ മതി. 3/7. 3/7 15 ന്യൂമറേറ്റർ ആക്കണമെങ്കിൽ 3 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 7 എന്ത് ചെയ്യണം? ഇൻറ്റു 5. 7 × 5 35. നെക്സ്റ്റ് 5/11. 5/11 15 ന്യൂമറേറ്റർ ആക്കി മാറ്റണമെങ്കിൽ 5 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 11 എന്ത് ചെയ്യണം? ഇൻറ്റു 3. 11 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 11 × 3 33. 15/33. നെക്സ്റ്റ് 1/8. 1/8. ഗുഡ് ആഫ്റ്റർനൂൺ. 1/8 15 ന്യൂമറേറ്റർ ആക്കണമെങ്കിൽ 1 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെയിം ടൈം 8 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120. നെക്സ്റ്റ് 5/6. 5/6. 5/6 നമ്മൾ 15 ന്യൂമറേറ്റർ ആക്കുമ്പോൾ 5 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേസമയം 6 എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 6 × 3 18. 15/18. തെറ്റിയവര് പെട്ടെന്നൊന്ന് ശരിയാക്കിയേ. പിന്നെ ജെയും പറഞ്ഞിരുന്നു. ആ, ജെയും പറയാം, അതും പറഞ്ഞുതരാം. ഇത് കിട്ടിയില്ലേ? ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? തെറ്റിയവർ എഴുതിയെടുത്തോ? Three by 7 is equal to 15/35. 5/11 is equal to 15/33. 1/8 is equal to 15/120. 5/6 is equal to 15/18. Okay. Then next J, fill in the missing numbers. 8/9. 8/9 is equal to dash by 63. Dash by 63. 9 63 ആക്കണമെങ്കിൽ 9 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 9 × 7 ആണ് 63. ഡിനോമിനേറ്ററിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 7 56. Then second one 13/17 is equal to 104/dash. 13 104 ആക്കണമെങ്കിൽ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും 13 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 104 കിട്ടുക. അപ്പോൾ ന്യൂമറേറ്ററിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെയും
8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 136. 17 into 8, 136. Next, third one, 6 by 13. 6 by 13 is equal to 36 by dash. 36 by dash. 6നെ 36 ആക്കാൻ വേണ്ടി നമ്മൾ 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 into 6, 36. അതേപോലെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 13 into 6, 78. 36 by 78. ഇനി നാലാമത്തത് 12 by 19 is equal to 12 by 19 is equal to dash by 171. 171. 19നെ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 171 കിട്ടുന്നത്. 19 into 9 ആണ് 171. ഓക്കെ, അപ്പൊ 12നെ നമ്മൾ എന്ത് ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 108. 108 by 171. Next, 11 by 15. 11 by 15 is equal to 77 by dash. 11നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 77 കിട്ടുക. അതേപോലെ തന്നെ 15നെ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 105 എന്ന് കിട്ടും. അപ്പൊ 77 by 105. Next, 15 by 20. 15 by 20. അതിനെ ഡാഷ് ബൈ 400. ഡാഷ് ബൈ 400. 20യെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? 400 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 15നെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 300. 300 by 400. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഇക്വലന്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനുള്ളതാണ്. അത് വിട്ടോ, അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, റെഡ്യൂസിങ് ഫ്രാക്ഷൻസ് ടു ദെയർ ലോവസ്റ്റ് ടേംസ്. റെഡ്യൂസിങ് ഫാക്ടേഴ്സ് ടു ദി ഫ്രാക്ഷൻസ് ടു ദെയർ ലോവസ്റ്റ് ടേംസ്. നമ്മൾ ഇപ്പൊ പഠിച്ചത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് കിട്ടും, വലിയ ഫ്രാക്ഷൻസ് കിട്ടും. ഇനി എങ്ങനെ നമ്മൾ ഫ്രാക്ഷനെ റെഡ്യൂസ് ചെയ്യാം? നമുക്ക് വലിയൊരു ഫ്രാക്ഷൻ കിട്ടി. വലിയൊരു ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ വലിയ നമ്പർ, ഡിനോമിനേറ്റർ വലിയ നമ്പർ. ഫോർ എക്സാമ്പിൾ 36 by 48. 36 by 48. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. 36 by 48 എന്ന് പറഞ്ഞാൽ അത് എത്ര ഭാഗമാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 36 by 48 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനെ നമ്മൾ അതിന്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക്, ഏറ്റവും ചെറിയ നമ്പേഴ്സിലേക്ക് എക്സ്പ്രസ് ചെയ്യണം.
എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36/48 രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? രണ്ടും ഈവൻ നമ്പേഴ്സ് അല്ലേ? ഈവൻ നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യം ഇതിനെ കൊണ്ടാ. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും അല്ലേ? 48നെ ഡിവൈഡ് ചെയ്താൽ 24 എന്ന് കിട്ടും. ഇപ്പോഴും രണ്ടും നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എന്താ കിട്ടിയിരിക്കുന്നത്? രണ്ടും ഈവൻ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് കിട്ടും അല്ലേ? ഇവിടെ 9ഉം 12ഉം രണ്ടും ഈവൻ നമ്പേഴ്സ് അല്ല. ഒന്ന് ഓഡ് നമ്പറും ഒന്ന് ഈവൻ നമ്പറും ആണ്. എന്നാൽ രണ്ട് നമ്പർ നോക്കിയേ, രണ്ടും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 3 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. നമ്മള് ഏറ്റവും സ്മോളസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാല് രണ്ട് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്നും കിട്ടും. അപ്പൊ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എത്ര വരെ എത്തി? 3/4 വരെ എത്തി. 3/4 വരെ എത്തി. ഇനി 3നെയും 4നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഉണ്ടോ? 3നെയും 4നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? രണ്ടിനെയും 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ എത്തി. ഇതാണ് 36/48 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോം. ഏറ്റവും ചുരുക്കിയിട്ടുള്ള രൂപമാണിത് 3/4. ഈ 3/4 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വലിയ ഫ്രാക്ഷൻ. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 3/4 3നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4നെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 3 × 12 36, 4 × 12 48. ഇതന്നെയല്ലേ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫ്രാക്ഷൻ അത് തന്നെയല്ലേ? അതായത് നമ്മൾ ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമിൽ എഴുതിയാൽ ആ റെഡ്യൂസ്ഡ് ഫോമിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിരിക്കും ആദ്യം തന്നിരിക്കുന്ന ഫ്രാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കിയേ. പേജ് നമ്പർ 60 എക്സൈസ് 1.2. എക്സൈസ് 1.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25/45 ഒന്ന് ചെയ്ത് നോക്കിയേ റെഡ്യൂസ്ഡ് ഫോമിലേക്ക്. 25/45 ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം രണ്ടിനെയും. അത് കിട്ടുന്നില്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം.
അതും ഇല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. 25/45 അതിനെ ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് ഒന്ന് മാറ്റി എഴുതിയേ. ട്വന്റി 5/45 അല്ലേ? 25/45 രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 45-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. So the simplest form of 25/45 is equal to 5/9. Again നമുക്ക് ഇതിനെ ഫർദർ ഡിവിഷൻ നടക്കില്ല. 5-നെയും 9-നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വേറെ നമ്പർ ഒന്നുമില്ല. അപ്പോ 25/45 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാ? 5/9. രണ്ടാമത്തേത് 18/30. 18/30 അത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 9/15. 9/15-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 15-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. So the simplest form of 18/30 is equal to 3/5. 3/5. അങ്ങനാണെങ്കിൽ 72/84 അതുകൂടി ചെയ്തു തരാം. 72/84. 72/84 is equal to ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Divided by 2 is equal to 72-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36. 84-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 42. Again നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Equal to 36-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. 42-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21. 18-നെയും 21-നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18 divided by 3, 21 divided by 3. 18-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. 21-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. അപ്പോൾ 72/84-ന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് ഇത്. 6/7. അങ്ങനെയാണെങ്കിൽ അടുത്ത നാലാമത്തത് 16/80 ഒന്ന് ചെയ്ത് നോക്കിയേ നിങ്ങൾ. 16/80.
16/80 രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Equal to 16/2 8, 80/2 40. Again 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4/20. പിന്നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Equal to 2/10. പിന്നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 1/5. അതായത് 16/80യുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് 1/5. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുമോ? ബാക്കി 4 എണ്ണം, 5-ാമത്തെ, 6-ാമത്തെ, 7-ാമത്തെ, 8-ാമത്തെ. ഓക്കെ, അതിൽ സി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എക്സ്പ്രസ് ദ ആൻസർ ഇൻ ദി ലോവസ്റ്റ് ടേം. Express the answer in the lowest term. First one, 20 minutes as a fraction of an hour. 20 minutes as a fraction of an hour. ഒരു hour എന്ന് വെച്ചാൽ എത്ര മിനിറ്റാ? 1 hour is equal to dash minutes. എത്ര മിനിറ്റാ ഒരു hour? 60 minutes. 60 minutes. അപ്പോ 20 മിനിറ്റ്സിനെ ഫ്രാക്ഷൻ, ഒരു അവറിന്റെ ഫ്രാക്ഷൻ ആക്കി എഴുതണമെങ്കിൽ 20 മിനിറ്റ്സ് 60 മിനിറ്റ്സിൽ 20 മിനിറ്റ്സ് 1 അവറിൽ 20 മിനിറ്റ്സ്, അതായത് 60 മിനിറ്റ്സിൽ 20 മിനിറ്റ്സ്. ഇതിനെ എങ്ങനെ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് എഴുതും? ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് എഴുതാൻ രണ്ടും 10ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 60 20. ഓ, നോട്ടിൽ എഴുതിക്കോ. 20യും 60യും 10ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിനെയും. 10 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 20/10 2, 60/10 6. ഇതിനെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വൽ ടു 1/3. അപ്പോ 20 മിനിറ്റ്സ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ആൻ അവർ. അവറിന്റെ ബേസിൽ 20 മിനിറ്റ്സിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. ഓക്കെ, then second one, 6 hours as a fraction of a day. ഇവിടെ 6 hours as a fraction of a day. ഒരു ഡേ എന്ന് വെച്ചാൽ എത്ര hours ആ? 1 day is 24 hours. അപ്പൊ 24 ഹവേഴ്സിൽ 6 hours. ഇതിനെങ്ങനെ നമ്മൾ ലോവസ്റ്റ് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതും? 24നെയും 6നെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അപ്പൊ നമുക്ക് സിംപ്ലസ്റ്റ് ഫോം 1/4 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 100 meter as a fraction of a kilometer.
ഒരു കിലോമീറ്ററിന്റെ ഫ്രാക്ഷൻ ആയിട്ട് 100 മീറ്ററിനെ എഴുതാം. എങ്ങനെ എഴുതാം? കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്ററാ? 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മീറ്ററാ 1 കിലോമീറ്റർ? 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്ററോ? 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 1000 മീറ്റർ. 1000 മീറ്റർ. 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. 1000 മീറ്ററിൽ 100 മീറ്ററിനെ നമ്മൾ എഴുതുമ്പോൾ സമയത്ത് 1/10 കിട്ടും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 100നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000നെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100/100 1, 1000/100 10. അപ്പോൾ 1/10 എന്ന് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള രണ്ടെണ്ണം നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 4-മത്തെയും 5-മത്തെയും. കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എത്രാമത്തെ? രണ്ടാമത്തെ 6 hours as a fraction of a day എഴുതിയിട്ടുണ്ടല്ലോ. ഇതാ ഒരു ദിവസത്തിൽ 24 hours, അതിൽ 6 hours നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 6/24 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 1/4 എന്നും കിട്ടും. ബാക്കിയുള്ള രണ്ടെണ്ണം നിങ്ങൾ ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് എല്ലാവരും ചെയ്യണേ. ബൈ.